ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കപ്പ പുഴുക്കും അതേപോലെ തന്നെ വെള്ളുള്ളി ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണല്ലേ. അപ്പം ഈ ചെറിയതാക്കി കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ്. അതിനുശേഷം മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. കുക്കറിൽ ഞാനൊരു 2 വിസിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെന്തതിന് ശേഷം നമ്മൾ കപ്പേൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയല്ലോ. അപ്പം ഞാനൊരു ഓട്ടപാത്രത്തിലിട്ടിട്ട് അതൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇപ്പം പിന്നെ കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നല്ല ജീരകവും പിന്നെ ഒരു പച്ചമുളകും, നിങ്ങൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. ഞാൻ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 ചെറിയുള്ളി ഒരു 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സിയിൽ അത് ഒതുക്കി കൊണ്ടുവന്നതാണ്. അരച്ച് കളയേണ്ട, ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് വറവിട്ടിട്ട് ഈ കപ്പയും ഇട്ട് അതിൻ്റെ കൂടെ ഈ ഒതുക്കി വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഴുക്കായിരുന്നു കേട്ടോ. പിന്നെ അതിന് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. ഞാനൊരു വെള്ളുള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ പിന്നെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചതിന് ശേഷം 2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു വലിയ വെളുത്തുള്ളിയാണ്, ഒരൊറ്റ അല്ലി മതി. അതിൻ്റെ കുത്തൽ വല്ലാണ്ടുണ്ടാവും. എൻ്റെ നേരിയ അല്ലി ആയതുകൊണ്ട് 2-3 ചെറിയ ചെറിയ അല്ലികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അരച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളമാക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് തന്നെ ഒരു നാടൻ ഭക്ഷണം കാണിച്ചാണ്. പിന്നെ ഒരു ചെടി ഉണ്ടായിരുന്നു, ഞാൻ വേരൊക്കെ പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട്, അപ്പോൾ അതൊന്ന് നട്ടുകൊടുക്കുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.